ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ത് ചെയ്തു എന്നതിനുള്ള മറുപടി ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മുത്തണ്ടന്ത് പാലത്തിലാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ഇസ്മായിൽ മുത്തേടത്തിന്റെ ഫണ്ടിൽ നിന്നും 3,63,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് റെഗുലേറ്റർ കം ബ്രിഡ്ജും അപ്രോച്ച് റോഡും ഉൾപ്പെടെ നിർമ്മിച്ചിട്ടുള്ള പാലമാണിത്. ഇതിന്റെ നിർമ്മാണ ഘട്ടം മുതൽ ഓരോ തടസ്സവാദങ്ങളും വന്ന് ഇതിന്റെ പ്രവൃത്തി നിർത്തിവെക്കാൻ ശ്രമിച്ച ആളുകളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള എതിർ സ്ഥാനാർത്ഥി, LDF-ന്റെ സ്ഥാനാർത്ഥി. ഇതിന്റെ മെമ്പറോ മറ്റു ആളുകളോ ഒരിക്കലും ഈ പാലത്തിന്റെ പ്രവൃത്തി ഇവിടെ കാണാൻ പോലും, എന്നാൽ ഒരു ഫോട്ടോത്തിൽ പോലും അവരെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ ഇവിടെ നിലവിൽ മത്സരിക്കുന്ന LDF-ന്റെ സ്ഥാനാർത്ഥിയെ മെമ്പറിന്റെ ഇതിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഇത് ചർച്ച ചെയ്ത് ഇതിന്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട് കുറെ ഇഷ്യൂകൾ വന്നപ്പോൾ അതിലൊന്നും ഈ മെമ്പറോ ഇപ്പോ എതിർ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന LDF-ന്റെ ആളോ ഒന്നും ഇതിൽ നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ പ്രദേശത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്, അതായത് മുത്തന്തണ്ട് റെഗുലേറ്റർ കം ബ്രിഡ്ജ് അപ്രോച്ച് റോഡ് അടക്കം ഏകദേശം 3,63,00,000 രൂപയുടെ ഈ ഒരു പരിപാടി, അതായത് ഈ പദ്ധതിയുടെ തുടക്കം മുതൽ ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു. ഇത് എന്താ പറയാ, ഒരു വികസനത്തോടുള്ള ഒരു വിരോധം ഈ പറയപ്പെടുന്ന ആളുകളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇന്ന് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ബ്രാഞ്ച് കമ്മിറ്റിന്റെ സെക്രട്ടറി, അതായത് ഇന്ന് LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുഹൃത്ത്, അതുപോലെ തന്നെ നിലവിലുള്ള മെമ്പർ, അല്ലെങ്കിൽ അവരുടെ ഒരു പാർട്ടി സംവിധാനം ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തകന്മാരൊന്നും ഇതിന്റെ ഈ ഫോട്ടോസുകളോ ഇതിന്റെ വീഡിയോസോ ഒക്കെ പരിശോധിച്ചാൽ അവരൊന്നും ഇതിൽ പങ്കെടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇതിന്റെ തുടക്കം മുതൽ ഇതിന്റെ ഈ നിമിഷം വരെയുള്ള പ്രവർത്തനങ്ങൾ എതിര് നിന്ന ഒരു ചരിത്രമാണ് ഇവിടെയുള്ള ഇന്ന് LDF-ന്റെ സ്ഥാനാർത്ഥിക്കും അതുപോലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പാർട്ടി. ഈ പ്രദേശത്ത് ഗതാഗത സൗകര്യത്തിന് പാലം ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ അപ്രോച്ച് റോഡൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ റെഗുലേറ്റർ, അതായത് നമ്മുടെ നാട്ടിലുള്ള ജലക്ഷാമം രൂക്ഷമാകുന്ന പ്രതിസന്ധിയൊക്കെ വരും വെള്ളത്തിന്, അപ്പൊ അതിനൊക്കെ തടഞ്ഞു നിർത്തി നമ്മുടെ ജലം ലഭ്യമാക്കുന്നതിനുള്ള ഒരു സംവിധാനം കൂടിയാണ് ഈ റെഗുലേറ്റർ. അങ്ങനെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് അപ്രോച്ച് റോഡ് അടക്കമാണ് ജില്ലാ പഞ്ചായത്തിന്റെ 3,63,00,000 എന്ന് പറയപ്പെടുന്ന ഒരു വലിയ പദ്ധതി നമ്മുടെ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പ്രദേശത്തിന്റെ ഒരു വലിയ പദ്ധതിയാണ് ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജ് അപ്രോച്ച് റോഡ് എന്നുള്ളത്.